ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വാഗമൺ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി ഫുഡൊക്കെ എടുത്തു. ഇതാ ഓട്ടോയിൽ കയറി നേരെ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങളെല്ലാവരും ഓട്ടോയിലല്ല വന്ന്, ഞാനും കുട്ടീസും മാത്രമാണ് കേട്ടോ ഓട്ടോയിൽ വന്ന് റോഡിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ പോകാൻ പോകുന്ന വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ട്രാവലർ. ഇതിൽ നമ്മുടെ കസിൻസും മൂത്തുമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ എല്ലാവരും കയറി. 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ആരും എണീറ്റിട്ടൊന്നുമില്ല. എല്ലാം റോഡൊക്കെ ശൂന്യമായി കിടക്കുകയാണ്. ഞങ്ങളെല്ലാവരും കയറി നമ്മുടെ സീറ്റിലൊക്കെ വന്നിരുന്നു. എന്നിട്ട് നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ വാഗമണിലോട്ടാണ് കേട്ടോ പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഉറക്കം മൂഡിലായിരുന്നു. കുട്ടീസൊക്കെ വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി. കുട്ടീസ് മാത്രമല്ല, വലിയ ആൾക്കാരും ഉറങ്ങി കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ സിസ്റ്ററും ബ്രദറുമാണ് കേട്ടോ. അത് സിസ്റ്ററിൻ്റെ മോളാണ്. പിന്നെ എൻ്റെ മോളതാ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ പാട്ട് കേട്ട് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണ്. കാരണം ആരുമില്ല, ബാക്കി എല്ലാവരും ഉറങ്ങി ഉറക്കം മൂഡിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മോളും ഉറങ്ങി കേട്ടോ. അവൾ ഉറങ്ങാതിരുന്നതായിരുന്നു, പക്ഷെ അവൾ ഉറങ്ങി. പിന്നീട് ഞങ്ങൾ എത്താറായി. ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എത്താറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി സൈഡ് ഒതുക്കി ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. നമ്മളതൊക്കെ കഴിച്ചു. അവിടെ നിർത്തി എല്ലാവരും ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11 മണി അടുപ്പിച്ച് അവിടെ എത്തിയിട്ട് ഒരു 11-10:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ ഒരു 11 മണി അടുപ്പിച്ചായി കേട്ടോ. അങ്ങനെ എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു. എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണ് കേട്ടോ. എത്താറായപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മുടെ കല്യാണമൊന്നും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കസിൻസായിട്ട് എങ്ങും പോയിട്ടില്ല കേട്ടോ. കല്യാണത്തിന് മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതല്ല. കല്യാണത്തിന് ശേഷം നമ്മൾ ആരും എങ്ങും ഒരുമിച്ച് പോയിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് യാത്രയായിരുന്നു. കാരണം നമ്മുടെ കുട്ടീസ് ഒക്കെ ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ സിംഗിൾ ലൈഫിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫാമിലി ലൈഫ് ആയതിനു ശേഷം, അതായത് എല്ലാവരും മാരീഡായി പിന്നെ കുട്ടികളായി അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്തായാലും നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ മുകളിലെത്തി കേട്ടോ. മുകളിലെത്തിയതിന് ശേഷം ആദ്യം എല്ലാവരും പോകുന്ന വാഷ്റൂമിലോട്ടാണ്. കാരണം ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, എല്ലാവർക്കും വാഷ്റൂമിൽ പോകണമായിരുന്നു. അങ്ങനെ എല്ലാവരും വാഷ്റൂമിലോട്ടൊക്കെ പോയി പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മളിവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സ്കൈ സൈക്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ സിപ്പ് ലൈന്, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കയറാമെന്നുള്ള ഇതിൽ വന്നു കേട്ടോ. ചിലർക്കൊക്കെ പേടി, ഉമ്മമാരൊന്നും വന്നില്ല കേട്ടോ. അവർക്കൊക്കെ നല്ല പേടിയാണ്, അതിലൊന്നും കയറാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കൊച്ചുങ്ങളെയൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ നമ്മളെല്ലാവരും എൻ്റെ ടിക്കറ്റ് എടുത്ത് കസിൻസ് മാത്രമായിട്ട് കയറാമെന്ന് കരുതിയിട്ട് വന്നു കേട്ടോ. അതും നമ്മുടെ കൂട്ടത്തിലുള്ള ആൺധൈര്യശാലികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ. അവനും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത്. പക്ഷേ ഇവിടെ ഈ 250 ആണ് കേട്ടോ പെർ പേഴ്സണ് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. 5 മിനിറ്റ്സ് മാത്രമാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്താലും നമ്മുടെ ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും ഒരു കുറവും നമ്മൾ വരുത്തത്തില്ല. കാരണം നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഫോട്ടോസാണല്ലോ. അപ്പോൾ ചുമ്മാ ഫോട്ടോ എടുത്ത് നിറയ്ക്കലാണ് നമ്മുടെ പരിപാടീസ്. അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീരെ പൊടിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ അലോഡല്ല. നടന്നു പോകുന്ന കുട്ടികളെ മാത്രമേ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ അലോഡ് ഉള്ളൂ കേട്ടോ. അതായത് നടന്നു പോകുന്ന കുട്ടികളെ മാത്രമേ അതിനുള്ളിലേക്ക് കയറ്റത്തുള്ളൂ. നമുക്ക് ആകെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 5 മിനിറ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് വലിയ പേടിയില്ലായിരുന്നു. പക്ഷേ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് അങ്ങ് പേടി. കാരണം ആ ഗ്ലാസ് ബ്രിഡ്ജ് നല്ലൊരു കുലുക്കം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ കൊക്കയാണല്ലോ. അപ്പോൾ ആകെ പേടിച്ചു കേട്ടോ. അപ്പോൾ ആ കയറുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ആണ്, പിന്നെ തിരിച്ച് പോകുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ പേടിച്ചാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഷേക്ക്നെസ് ഉണ്ട്. അപ്പം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ നോർമലാണ്, പേടിക്കാനൊന്നും ഇല്ല. എങ്കിലും നമ്മളൊരു പേടി ഉൾഫായും കാണുമല്ലോ.
പക്ഷേ നല്ല കാറ്റും എന്തൊക്കെ പറഞ്ഞാലും ഒരു പൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. വാഗമൺ വരുന്നവർ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് മസ്റ്റായിട്ട് കയറണം, കാരണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിലുള്ളത്. പിന്നീട് ഞാനും കുട്ടീസും, കാരണം എൻ്റെ കയ്യിലുള്ള കുട്ടിയാണെങ്കിൽ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല, വിരുവിരുവാന്ന് പറഞ്ഞ് ഓടുമായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ, കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ കയറുന്ന റിസ്ക് അല്ലേ. അപ്പോൾ ഞാൻ എന്താ പുറത്തിറങ്ങിയിട്ട് അവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവരവിടെ നിന്ന് പയ്യെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് നേരത്തെ തന്നെ ഇവിടെ വന്ന് അവരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അവരും കൂടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ നടന്ന് കയറുന്നതെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ നമ്മൾ നടന്നു പോകുന്ന ഭയങ്കര സീനാണ്. അപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനത്തെ വഴികളൊക്കെ നടക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്, എങ്കിലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്താണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ഇന്ന്. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു, നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. ഇനി ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് പോവുകയാണ് കേട്ടോ, കാരണം ഇനി നമുക്ക് സിപ്പ് ലൈനിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിപ്പ് ലൈൻ പോകുന്നത് ഒരു ലേക്കിൻ്റെ മുകളിൽ കൂടെയാണ്. അപ്പോൾ അത് കാരണം ആരും കയറിയില്ല പേടിച്ചിട്ട്. ഇനി നമ്മൾ നേരെ വിചാരിക്കുന്ന പൈൻ വാലിയിലോട്ട് പോകാമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറി നേരെ പൈൻ വാലിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ലേക്ക് കണ്ടോ. അപ്പോൾ ഈ ലേക്കിന് മുകളിലൂടെയാണ് സിപ്പ് ലൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ അതിൽ കയറാൻ നിന്നില്ല. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു സീനറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതും വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പൈൻ വാലിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രാവലർ, ലെജൻഡർ എന്നാണ് കേട്ടോ ട്രാവലറിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് കുറച്ച് നടക്കണം കേട്ടോ. അതായത് പൈൻ വാലിയിൽ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നടക്കാൻ പറ്റുന്നവർ മാത്രം പോകുന്നതായിരിക്കും നല്ലത്, കാരണം നടക്കാൻ പറ്റാത്തവർ വന്നാൽ ടാസ്ക്കാണ്. അപ്പം നമ്മൾ നടന്ന് പോകുന്നു. അപ്പോൾ വഴി സൈഡിൽ മൊത്തവും കടകളുണ്ട് കേട്ടോ. നമുക്ക് മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളും ബേക്കറി, മിഠായി അങ്ങനത്തേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ ബാഗ്, ചെരുപ്പ്, കുട അങ്ങനത്തെ സാധനങ്ങളൊക്കെയുള്ള കടകളുണ്ടല്ലോ, ഒരുപാട് കടകൾ സൈഡിലുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് കുറേ കിലോമീറ്ററുകൾ താണ്ടി 1.5 കിലോമീറ്ററൊക്കെ തോന്നിക്കുന്നു, അത്രയ്ക്കും ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ സൈഡുകളിലെ കടകളൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വിരുവിരിപ്പാണ് കേട്ടോ. അവർക്ക് അത് വേണം, ഇത് വേണം, കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും അത് കേൾക്കുന്നില്ല. അപ്പോൾ ഒരു കൂട്ടർ മാങ്ങ തിന്നുന്നു. അങ്ങനെ നമ്മളും അവരുടെ കൂടി മാങ്ങ തിന്നു. പിന്നെ നടന്ന് നമ്മൾ ലാസ്റ്റ് എൻഡിലെത്തി കേട്ടോ. ഇവിടെ വരെ ഷോപ്പുകളുണ്ട് കേട്ടോ. അത്രയും ദൂരം ഷോപ്പുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആൾ ബാഗ് വാങ്ങിക്കാനായിട്ട് നിർത്തി ബാഗൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നല്ല നല്ല ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല കളിപ്പാട്ടങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ നല്ല ബാഗുകളാണ്. അവളേതോ ബാഗ് എടുത്തെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് ഇതാണ് പൈൻ വാലിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ പേഴ്സൺ എനിക്ക് തോന്നുന്നു 30 or 25 അങ്ങനെ എന്തോ ആണ്. അതെടുത്തിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ പൈൻ വാലിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മൂടൽ കാലാവസ്ഥയായിരുന്നു. പക്ഷേ നടക്കുന്നതായിരുന്നു സീന്, കാരണം ഇറക്കമായിരുന്നു. ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ചരിവ് പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചരിവിലൂടെ നമ്മൾ നടന്ന് ഇറങ്ങണം, പിന്നെ ഈ ചരിവിലൂടെ തിരിച്ച് കയറണം, അതാണ് ടാസ്ക്. പക്ഷേ നമ്മൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ സീനില്ല, നമുക്ക് ഓടി പോവാം. കൊച്ചു കുട്ടികളൊക്കെ വരുന്നവർക്ക് ഇച്ചിരി പാടായിട്ടാണ് എനിക്ക് തോന്നിയത്, കാരണം ഈ നല്ല ചരിഞ്ഞ് കിടക്കുന്ന ചരിവിലൂടെ നമ്മൾ നടന്ന് താഴോട്ട് ഇറങ്ങണം, പിന്നെ അതേപോലെ തിരിച്ച് കയറണം, ഒക്കെ ടാസ്ക് ആണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്നു. ഇവരൊക്കെ ചാടി ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അപ്പോഴും തന്നെ പെട്ടെന്ന് ഒരു മഴ പോലെ പെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിച്ച് നേരെ വിട്ടു ഞാൻ കൊച്ചിനെയും കൊണ്ട്. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡിൽ കയറി നിന്ന് കുടയുമായിട്ട്. ബാക്കിയുള്ളവരൊക്കെ നനഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു, നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്ര മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഇവിടെയൊക്കെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഉച്ചയ്ക്കത്തൊക്കെ ഫുഡ് നമ്മൾ കൊണ്ടായിരുന്നു വന്നത്, അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ. പിന്നീട് നമ്മൾ കുറച്ച് കലാപരിപാടീസൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മെഡോസിലായിരുന്നു കേട്ടോ. മെഡോസിൽ വലുതായിട്ട് കാണാനൊന്നുമില്ല, നമുക്ക് കുന്നുകൾ അത് തന്നെയാണ്. നമ്മുടെ മുട്ടക്കുന്നെന്നൊക്കെ പറയുന്ന പോലെ നടന്ന് നമ്മളൊരു മുട്ടക്കുന്നിൻ്റെ മണ്ടയിൽ ചെന്ന് നിൽക്കും. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നല്ല ഒരു തണുപ്പും ഭയങ്കര കാറ്റും നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നടക്കാൻ പറ്റാത്ത വയസ്സായവർക്കൊക്കെ പാടായിരിക്കും, എങ്കിലും നമ്മളിപ്പോൾ ഉള്ളവർക്കൊക്കെ നല്ലപോലെ എൻജോയ്
എൻജോയ് ചെയ്ത് ഒരുപാട് ഫോട്ടോയും റീലും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെയും ഉണ്ട് കേട്ടോ സിപ്പ് ലൈൻ. പക്ഷേ സിപ്പ് ലൈനിൽ പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നടന്ന് വരണം, ഒരുപാട് ദൂരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറിയില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് നടന്ന് വണ്ടിയിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് അടുത്ത് നമ്മളൊരു വ്യൂ പോയിന്റിലോട്ട് പോയി. പരുന്തുംപാറ വ്യൂ പോയിന്റ് എന്നാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, അടിപൊളി ഒരു സൈറ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ വാഗമൺ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സ്പോട്ടിൽ പോകണം കേട്ടോ. അടിപൊളി വൈബാണെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ്, നല്ല ഫുൾ മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷം, നല്ല വൈബായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പറയുകയും ചെയ്തു, ഇത്രയ്ക്ക് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം വന്നേനായിരുന്നു. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണേ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് നടന്നു അങ്ങോട്ട് പോയി. അപ്പോൾ അതായത് ഇതെൻ്റെ സിസ്റ്ററാണ്, അവൾക്ക് കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവില്ലേ, കൊക്കയാണെന്ന്. അവളൊരു പേടിയില്ലാതെ നടന്ന് പോവുകയാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങി, ഉമ്മമാരൊന്നും ഇറങ്ങിയില്ല, അവർക്ക് നടക്കാൻ വയ്യെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ, നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മൾ മുമ്പ് പോയവരുണ്ട്, പിന്നെ ഞങ്ങൾ പയ്യെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ ദാ കൊച്ചിനെയും കൊണ്ട് നടന്ന് പോകുന്നു. പക്ഷേ നല്ല ഒരു ക്ലൗഡി, നല്ലൊരു മഞ്ഞുള്ള ഒരു കാലാവസ്ഥയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു, പിള്ളേർക്കൊക്കെ മുട്ടായി അത് ഇതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, ആ വ്യൂ പോയിൻറ്റിലോട്ടാണ് നമ്മൾ നടന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പക്ഷേ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് പരസ്പരം അടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത അത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ നടന്ന് കുറേ അങ്ങ് പോകുമ്പോഴത്തേക്കാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. അപ്പോൾ അതാ നമ്മൾ പകുതി വഴിയിലെത്തിയപ്പോൾ ഇവരെ കണ്ടുമുട്ടി. പിന്നീട് താഴോട്ട് നോക്കുമ്പോൾ കൊക്കയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം ഫുൾ മഞ്ഞുകൊണ്ട് അങ്ങ് മൂടി കേട്ടോ. നല്ല വൈബായിരുന്നു, നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ പരുന്തുംപാറ. പിന്നെ ഇവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ നമ്മളെടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വണ്ടിയിലോട്ട് നടന്നു കേട്ടോ. വണ്ടി കയറി. പിന്നെ എല്ലാവരും ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി നമുക്ക് അന്താക്ഷരി കളിക്കാമെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കളിച്ചിട്ട് നല്ലൊരു വൈബായിരുന്നു അത്. എല്ലാവരും പാട്ടൊക്കെ പാടി രണ്ട് ടീമായിട്ട് തിരിച്ചിട്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ നമ്മുടെ ടീം ജയിച്ചു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ത്രില്ലടിച്ച് പോവാണ് കേട്ടോ. പിന്നീട് എല്ലാവരും ഉറങ്ങി തൂങ്ങിയിരുന്നവരൊക്കെ ചാടി എണീറ്റ് ഡാൻസൊക്കെ കളിക്കാമെന്ന് കരുതി. അങ്ങനെ പിള്ളേരെല്ലാം ഡാൻസ് കളിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് കളിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിലൊരു കൊച്ചുണ്ടല്ലോ. അപ്പോൾ അതിനെ കിടത്തിയിട്ട് എനിക്ക് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ട്രിപ്പിന് നമുക്കത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും നല്ലപോലെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ മോൻ കയ്യിലിരുന്ന് കൂടുതൽ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ പാട്ടും ലൈറ്റും ഒക്കെ കണ്ടിട്ട് അവൻ തന്നെ ഇങ്ങനെ ആലോചിക്കുവാണ് കേട്ടോ, ഇതിവിടെ എന്താണ് നടക്കുന്നതെന്ന്. അവൻ്റെ മുഖം കണ്ടാൽ അറിയാൻ, അവൻ ആകെ ഒരു ഞെട്ടിത്തരിച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ. എങ്കിലും അവന് സന്തോഷം ഉണ്ടായിരുന്നു, പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളല്ലാതെ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണുന്നത് കേട്ടോ. ഓണം ആയതുകൊണ്ടായിരിക്കും, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പുനലൂർ തൂക്കുപാലം. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അവിടെ വരണം, ആ പാലത്തിൽ കയറണമെന്നൊരാഗ്രഹം എനിക്ക് കുറേ നാളായിട്ടേ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് വരാൻ പറ്റുമായിരിക്കും. പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി കടയായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഹൈവേ തന്നെ ആയിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഫുഡ് കഴിക്കാനായിട്ട്. ഒരാൾ എണീക്കുന്ന സീറ്റ് നോക്കി നിന്നിട്ട് വേണം നമ്മളവിടെ പോയിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈയും പൊറോട്ടയായിരുന്നു. പിന്നീട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വണ്ടിയിൽ കയറി വീണ്ടും എനർജറ്റിക് ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും പഴയ പോലെ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. കസിൻസൊക്കെ നല്ല ട്രെൻഡിങ് പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് തന്നെയാണ് കേട്ടോ ഡാൻസൊക്കെ കളിക്കുന്നത്. ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി യാത്ര തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു ഓർമ്മയായിട്ട് ഈ ഒരു ട്രിപ്പ് നമുക്കുണ്ടാവും, കാരണം നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു ട്രിപ്പായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞു ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.